ഈ അൺകോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങളെ ഡീൽ ചെയ്യുന്നത് അൺകോമൺ ആയിട്ടുള്ള ഒരു മൂവിലല്ല, കൺസിസ്റ്റൻസിയിലാണ്. ദാനിയേലിന്റെ പ്രാർത്ഥന ഭയങ്കര രസമാണ്. ഈ മനുഷ്യൻ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിച്ചു? യെരുശലേമിന് നേരെ തിരിഞ്ഞ് കിളിവാതിലുകളെ തുറന്ന്, കൊട്ടാരത്തിൽ കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥിക്കുന്ന വിവരം കൊട്ടാരത്തിലുള്ളവർ രാജാവിനോട് പറഞ്ഞു. സ്വത്രം രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, രാജാവുമായി കണക്ട് ചെയ്യുന്ന സംഭവം താഴത്തെ രാജാവിനോട് പറഞ്ഞപ്പോൾ തീരുമാനിച്ച് എവിടെ ഇടാന്ന്? സിംഹക്കൂട്ടിലിടാന്ന്. ഒന്ന് ചിന്തിച്ചു നോക്കിയ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട്, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനെ കുറിച്ച് പിശാച് ഒരു അപവാദം വരുത്തിയാൽ, പിശാച് പ്രശ്നം ഉണ്ടാക്കിയ സാധാരണ ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയോ? എന്നാ നമുക്ക് 21 പടക് വെള്ളത്തിലേക്ക് എത്തിയ പാടെ തിര തള്ളിക്കയറി. വെള്ളത്തിൽ ഇറങ്ങും മുന്നേ ഇവിടെ ഒരാൾ തലണയാട് പോവാൻ. സത്യം പറഞ്ഞ കർത്താവിനോട് പറഞ്ഞു, ലേൺ ടു ബി സൈലന്റ് വെൻ ദ ഡെവിൾ ഈസ് വയലന്റ്. പിശാച് വയലന്റ് ആകുമ്പോൾ കൂടെ വയലന്റ് ആകില്ല. അത് കിങ്ഡം സ്ട്രാറ്റജി അല്ല. പിശാച് വയലന്റ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? സൈലന്റ് ആകണം.